ക്ഷമ നമ്മുടെ ഗോവിന്ദ മാഷ് ഭയങ്കര കോമഡിയാണല്ലോ. ഓടി നടന്ന് എല്ലാവർക്കും ഇത് ചെയ്യുന്ന നടപടി എടുത്തുകൊണ്ടിരിക്കുക. നടപടി എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ നടപടിയൊന്നുമില്ല എടുക്കുന്നത്, സസ്പെൻഷനിൽ കുറഞ്ഞൊരു സാധനമില്ല. ഇല്ല, അങ്ങനെയാണ് നമ്മുടെ ഗോവിന്ദ മാഷ് എല്ലാവർക്കും ഇതിന് നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പി കെ ശശിയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. പി കെ ശശിക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയുന്നു, വൈകുന്നേരം നടപടി ഇല്ല എന്ന് പറയുന്നു. ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം പി കെ ശശി സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. ചത്താലും ചത്തിനെങ്കിലും 5-ന്റെ സഞ്ചയനം എന്ന് പറയുന്നത് പോലെ ഗോവിന്ദ മാഷ് പറയുന്നു എല്ലാവർക്കും ഇത് ചെയ്ത് നടപടി വരുമെന്ന് പറയുന്നു. കാരണം പാർട്ടിയുടെ എന്തോ സമ്മേളനം എന്തോ വരാൻ പോവുകയാണല്ലോ. ആ സമ്മേളനം വരുന്നതിന് മുമ്പേ ഈ പുഴുക്കുത്തുകളെല്ലാം ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ സംഭവം? ഇത് നമ്മുടെ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിലെ ആണ് ഇന്നലെ പോയി ഇടപെട്ടിരിക്കുന്നത്. കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തൃശ്ശൂര്, അവിടെ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ നടന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ 2 വർഷമായിട്ട് വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 32 കോടി രൂപയാണ് അവന്മാർ തട്ടിക്കൊണ്ടുപോയത് അവിടുന്ന്, കുട്ടനെല്ലൂരിൽ നിന്ന് 32 കോടി രൂപ. അവിടുത്തെ ഏരിയ സെക്രട്ടറി പിന്നെ കെ പി പോളിനോട് ഇന്നലെ ഗോവിന്ദ മാഷ് പോയിട്ട് വിശദീകരണം ചോദിച്ചു. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് റിക്സൺ പ്രിൻസ്, അവനായിരുന്നു അവിടുത്തെ ബാങ്കിന്റെ പ്രസിഡന്റ്. മലയാളം വലിയ തട്ടിപ്പോടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗോവിന്ദ മാഷ് ഒരു പാവമല്ലേ? ഗോവിന്ദ മാഷ് ബേസിക്കലി പാവമാണ്. നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ ഒരു ട്രോൾ ഫിഗർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്താടാ തട്ടിച്ചത് നീ ചോദിക്കുന്നുണ്ട്. ഓടി ഒരു നടപടി എടുക്കുക. പാർട്ടിയെ സംരക്ഷിക്കണം, പാർട്ടിക്ക് പാർട്ടി വേണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ്. പാർട്ടി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളി പറയുന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഇന്നൊരു പ്രതികരണം നടത്തി കേട്ടോ, മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഇത് കേട്ടു നോക്കൂ, എന്തെങ്കിലും മനസ്സിലാവുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് വളരെ നല്ല കാര്യമായിട്ടാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. പക്ഷെ 5 പ്രാവശ്യം കേൾക്കണം. 5 പ്രാവശ്യം കേട്ടാലേ ഗോവിന്ദ മാഷ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ പോയി അവിടെ പിന്നെ കുട്ടനെല്ലൂർ ബാങ്കിലാണ് എടുത്തിരിക്കുന്നത്. അവിടെ നടന്ന തട്ടിപ്പ് എന്താണെന്നറിയാമോ? അവിടെ പിന്നെ സുധാകരൻ എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഉടമ, അദ്ദേഹത്തിന്റെ ഭൂമി 35 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി പണയം വെച്ചു. റിസോർട്ട് പണയം വെച്ച് അദ്ദേഹം ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ജപ്തി നോട്ടീസ് വരുന്നു. ജപ്തി നോട്ടീസ് വന്ന് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയാമോ? ഇത് 1 കോടി രൂപയ്ക്ക് അദ്ദേഹം വെച്ചിരിക്കുന്നത്. 32 ലക്ഷം രൂപയ്ക്ക് 55 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം കൊണ്ടുവച്ച ഭൂമി അവന്മാർ അടിച്ചു മാറ്റി അവന്മാർ പലർക്കായിട്ട് 4 പേർക്കായിട്ട് വായ്പ എടുത്തിരിക്കുന്നു 1 കോടിയിലധികം രൂപ. ഇങ്ങനെ വായ്പ ഇത് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും ഭൂമിയുടെ രേഖ എടുത്ത് വെച്ച് വീണ്ടും വെച്ചിട്ട് ഇപ്പൊ അതായത് നമ്മളിപ്പോൾ ഒരു സ്വർണ്ണം കൊണ്ടുവന്ന് പണയം വെച്ചെന്ന് വെച്ചോ, എനിക്കിപ്പോൾ കുറച്ച് പൈസ വേണം, ആ പൈസയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് കുറച്ച് സ്വർണ്ണം ഒരു 40,000 രൂപയ്ക്ക് വെച്ചെന്ന് വെച്ചോ, ഞാൻ തിരിച്ചു വന്നത് എടുക്കാൻ വരുമ്പോൾ അത് വെച്ചിരിക്കുന്നത് പിന്നെ 1 ലക്ഷം രൂപയ്ക്കാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് എല്ലാം തട്ടിയെടുക്കുകയാണെന്നേ. തട്ടിയെടുത്തിട്ട് ഇവന്മാർ ഈ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഈ ആദ്യം പരാതിക്കാരൻ ഈ സുധാകരനായിരുന്നു. ഈ സുധാകരൻ പരാതി പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ഒരു നടപടി പ്രശ്നങ്ങളും ഇല്ല, ഇവിടെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഞങ്ങളങ്ങനെ വായ്പാ തെറ്റിപ്പ് നടത്തുന്നു, ഞങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ഗ്രീഷ്മ എന്നെ വിളിച്ചിട്ട് കഷായം ഗ്രീഷ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടനോട് ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് പറയുന്നത് പോലെ ഇവരിത് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഇ ഡി അന്വേഷണം നടക്കുക. ഇ ഡി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് 32 കോടി രൂപ ഇവന്മാർ തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ ഗോവിന്ദ മാഷ് പാഞ്ഞ് തൃശ്ശൂരിൽ ഗോവിന്ദ മാഷ് ഇരുന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടാണ് ഇന്നലെ ഇത് ഈ 2 എണ്ണത്തിനടുത്ത് ഗോവിന്ദ മാഷ് വിശദീകരണം ചോദിച്ചത്. മെനഞ്ഞാന്ന് പാലക്കാടായിരുന്നു. മെനഞ്ഞാന്ന് പാലക്കാട് പോയിട്ട് പി കെ ശശിയോട് വിശദീകരണം ചോദിച്ചു. പി കെ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ഒതുക്കി എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി. ഇന്ന് പക്ഷേ നടപടി എടുത്തെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. ഇന്ന് പി കെ ശശിയുടെ മാധ്യമങ്ങളോട് പറഞ്ഞെന്താ പറയാം, ഈ വാർത്തയുടെ അച്ഛനാരാണ്. അത്രയ്ക്ക് ധാഷ്ട്യം. KTDC ചെയർമാൻ സ്ഥാനം ഞാൻ ഒഴിയത്തില്ല, ആരും പറഞ്ഞു നിന്നോടൊക്കെ ആരാ പറയുന്നത്, ഈ വാർത്തയുടെ അച്ഛൻ ആരാടാന്ന് ചോദിച്ചേ. അങ്ങനെ അങ്ങനെ പേടിയൊന്നുമില്ല. ഇവിടെ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ഗോവിന്ദ മാഷിനോട് വലിയ മമതയൊന്നും ഇവർക്കാർക്കില്ല. ഗോവിന്ദ മാഷ് പിന്നെ ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് മാത്രമല്ല, പുള്ളിക്ക് ഒരു കമാൻഡിംഗ് പവർ ഇല്ല. പുള്ളിക്ക് കോടിയേരി ബാലകൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയോ ഒരു കമാൻഡിംഗ് പവർ ഇല്ല. ആ 2 പേരുമായിരുന്നു സത്യം പറഞ്ഞാൽ യഥാർത്ഥ പാർട്ടി സെക്രട്ടറിമാർ. അതെ, ഈ ഇടയ്ക്ക് വന്ന നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ വിജയരാഘവൻ, പുള്ളിക്ക് പോലും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. അത്രയ്ക്ക് ഒരു കമാൻഡിംഗ് പവർ ഉള്ള ഒരു പാർട്ടി സെക്രട്ടറി ഇനി വരണമെങ്കിൽ ഇനി ആരായിരിക്കും നല്ലൊരു പാർട്ടി സെക്രട്ടറി കമാൻഡിംഗ് പവർ ഉള്ളത്? ആർഷോയെ കൊണ്ടുവന്ന പാർട്ടി നശിച്ചു പോകും. ഞാൻ പറയട്ടെ, നമ്മുടെ പി ജയരാജൻ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഭയം വരുമെന്ന് തോന്നുന്നു. താഴെ തട്ടിലുള്ള ജയരാജനെ കൊണ്ടുവരില്ല. നമ്മുടെ പി ജയരാജനെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ള സഖാക്കന്മാർക്ക് കുറച്ച് ഒരു ഭയം വരുമെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളിയെ കൊണ്ടുവരില്ല. എങ്കിലും നമ്മുടെ MV ജയരാജൻ ഉണ്ടല്ലോ, നമ്മുടെ ജഡ്ജിയെ ശുംഭൻ എന്നൊക്കെ വിളിച്ച ക്യാപ്സ്യൂൾ ജയരാജൻ, പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പുള്ളിക്കാരൻ കുറച്ച്
കമാൻഡിങ് പവർ ഉണ്ട് പുള്ളിക്കാരന്. ഈ പുള്ളിക്ക് ഒരു കമാൻഡിങ് പവർ തോന്നുന്നില്ല. പുള്ളി ഒരു എന്താ പറയുക MA ബേബിയൊക്കെ പോലെ ഒരു താത്വികമായ അവലോകനങ്ങൾ നടത്തി പാവം കട്ടൻ ചായയും വീടിയൊക്കെ വലിച്ച് പരിപ്പൂടയൊക്കെ തിന്ന് പന്നിയന്റെ മറ്റൊരു രൂപമാണ്. അതെ അതെ അതെ. പന്നിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? പന്നിയൻ ഈ സിറ്റിയിലെ പലയിടങ്ങളിലും ഈ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ പന്നിനെ കാണാൻ സാധിക്കും. പന്നിയെ ഇങ്ങനെ ആളുകളിലേക്ക് തോളെ കെട്ടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതേ ആളുകളുടെ തോളെ കെട്ടിയോ അങ്ങനെ പരിപാടിയൊന്നുമല്ല. പുള്ളി അഴിമതിക്കാരനല്ല. പുള്ളി അഴിമതിക്കാരനാണ്. പിന്നെ ധനുഷ് ചോദിച്ചൊരു ചോദ്യം പി ജയരാജന്റെ കാര്യം. പി ജയരാജനെ ഇവിടെ കൊണ്ടുവന്ന് സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. ഇവിടെ മുക്കിന് കൊലപാതകം നടക്കും. ജയരാജന് അതൊരു എന്റർടൈൻമെന്റാണ്. ഇപ്പൊ കണ്ണൂര് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് എല്ലാം മൈനി ചവിട്ടി നടക്കേണ്ടി വരും. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഐസ്ക്രീം ഒരു ഐസ്ക്രീം ബോൾ പോലും നമുക്ക് തറ കിടക്കുന്ന ഐസ്ക്രീം ബോളിൽ പോലും തട്ടാൻ പറ്റാത്ത അവസ്ഥയായി പോകും. തട്ടിയാൽ ചിലപ്പോൾ അത് ബോംബായിരിക്കും. ഇപ്പൊ നിലവിൽ ഇപ്പൊ ജില്ലാ സെക്രട്ടറി പോലും അല്ലാതെ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഇത്തിരി അക്രമമൊക്കെ ഒതുങ്ങിയത്. പിടിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി ആക്കിയുണ്ടല്ലോ. ഇവിടെ മുക്കിന് കൊലപാതകം നടക്കും. ചോരക്കളവും KPCC ഓഫീസിലേക്കൊക്കെ വേണമെങ്കിൽ ബോംബെറിഞ്ഞളയും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. RSSന്റെ കാര്യാലയത്തിലൊക്കെ എറിഞ്ഞളയും. ഭയങ്കര ക്രിമിനലാണ് അദ്ദേഹം. ഭയങ്കര ക്രിമിനൽ ബുദ്ധിയുള്ള മനുഷ്യനാണ്. ക്രിമിനൽ ബുദ്ധിയുള്ള എന്താ പറയാ ഈ വടക്കൻ പാട്ട് കഥകളിലെ ഒരു ചേകവരായ പോലെ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ മനസ്സിലെ ക്രിമിനൽ ബുദ്ധി ഇതുവരെ പോയിട്ടില്ല. ഈ പ്രായത്തിൽ ഇത്രയും പ്രായമായി ആരോഗ്യാവസ്ഥയ്ക്ക് ഒക്കെ പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ക്രിമിനൽ ഇതുവരെ അടങ്ങിയിട്ടില്ല. അത്ര വലിയ ക്രിമിനലാണ്. അങ്ങനൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ ഗോവിന്ദ മാഷ് ഇപ്പോൾ ഓടി നടന്ന് നടപടികൾ പല സ്ഥലങ്ങളിലായി ഓടി നടന്ന് നടപടി എടുക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സമ്മേളനം വരുന്നു. പാർട്ടി സമ്മേളനം വരുമ്പോൾ ഈ പുഴുക്കുത്തുകളെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പുഴുക്കുത്തുകളെല്ലാം കൂടെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പോൾ അദ്ദേഹം ഇനിയിപ്പം അവിടുന്ന് ഓടി വരാൻ വന്ന പത്തനംതിട്ടയിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തമ്മിൽ കണ്ടാൽ അപ്പോൾ തല്ലും. അതിലാണ് അവിടെ കിടക്കുന്ന അവസ്ഥ. ആ അവസ്ഥ കിടക്കുകയാണ്. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ അഴിമതി, തട്ടിപ്പ്, വെട്ടിപ്പ് എല്ലാം കൂടെ ആകപ്പാടെ വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രശ്നമുള്ള നടത്താണ് ആ ഇഡലിമാർ വിളിച്ച് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു. ഇഡലി എന്ന് പറഞ്ഞത് അവിടുത്തെ ഈ പിന്നെ BJPയുടെ ഭാഗമായി ഇരിക്കുകയും ഇഡലി വലിയ ശല്യക്കാരനാണെന്ന് മനസ്സിലാക്കി BJP അവനെ പിടിച്ച് പുറത്താക്കി. ഇഡലി എന്ന് പറഞ്ഞ അവന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവരൊരു ഗുണ്ടയാണ്. കാപ്പ കേസിലെ പ്രതിയാ. ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ് അവനാണ് ഇപ്പം പിന്നെ പാർട്ടി ചേർന്നതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവിടെ നടുറോടി. കേക്കിന്റെ പേര് കാപ്പ. എന്നിട്ട് കാപ്പ എന്നുള്ള കേക്ക് വെട്ടി ആഘോഷിച്ചു. അവിടെ പത്തനംതിട്ട വലിയ പ്രശ്നം നടക്കുക. പാർട്ടിക്കാർ ഇവനെ അംഗീകരിക്കില്ല. കാര്യം പല പാർട്ടിക്കാരെയും ആക്രമിക്കാൻ ശ്രമിച്ച ഒളിച്ചിരുന്ന് ആക്രമിക്കാനും വെട്ടാനും വെട്ടുകൊണ്ട പാർട്ടിക്കാർ വരെ ഇവന്റെ വെട്ടുകൊണ്ട് അടികൊണ്ട പാർട്ടിക്കാരുണ്ട്. ഇവരെങ്ങനെ ഇവനെ അടുത്തിരുന്ന് ചർച്ച നടത്തുന്നത്? ഇവന്റെ മുഖത്ത് നോക്കി ഇവർക്ക് അങ്ങനെ സഖാവെന്ന് വിളിക്കാൻ പറ്റും? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഖാവെന്നല്ലേ വിളിക്കുന്നത്. ഇവനെ വിളിക്കാൻ പറ്റത്തില്ല. സർവത്ര കുഴപ്പക്കാരൻ. അവനെ പിടിച്ച് പാർട്ടിക്കകത്ത് കയറ്റി വലിയ വിഷയം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പാർട്ടി സമ്മേളനം നടക്കണമെങ്കിൽ മിനിമം ഒരു 2 ഇടിവണ്ടി ഇടേണ്ടി വരും. അവിടെ പാർട്ടി സമ്മേളനം നടക്കണം. അങ്ങനെ ചെയ്തേ പറ്റൂ. വേറെ മാർഗ്ഗമില്ല. അവിടെ അത്ര വലിയ പ്രശ്നം നടക്കുകയാണ്. അവിടെ ഇവന്മാർ തമ്മിത്തല്ലും, കസേര വാരി എറിയും. ഒരു അടിയോ വെട്ടോ നടക്കാതിരുന്ന അത്രയും ഭാഗ്യം. അത്രയും വലിയ വിഷയമാണ് പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഗോവിന്ദ മാഷിനെ അവിടെ കുറെ പേർക്ക് നോട്ടീസ് കൊടുക്കണം. ചുരുക്കം പറഞ്ഞാൽ പുള്ളി എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാൻ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. സമയമില്ല പുള്ളിക്ക്. ഇവിടെ വന്ന് ഈ AKG സെന്റർ ഇരിക്കാൻ സമയമില്ല. പല ജില്ലകളിൽ പോയിട്ട് ഇങ്ങനെ നോട്ടീസ് കൊടുക്കുക, നടപടി എടുപ്പിക്കുക. ഇങ്ങനെ പോയി നടപടി എടുത്തവർ പിന്നെ പുറത്തിറങ്ങി പുള്ളിയെ കൊല്ലണം കുത്തിരിക്കുന്ന തരത്തിൽ പുറത്തിറങ്ങി എന്നിട്ട് ഈ വാർത്തയുടെ തന്ത ആരാ എന്ന് ചോദിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഓക്കെ.